الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم اتخذوا أحبارهم ورهبانهم أربابا من دون الله والمسيح ابن مريم وما أمروا إلا ليعبدوا إلها واحدا لا إله إلا هو سبحانه عما يشركون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൽ ആദരവും ബഹുമാനവുമൊക്കെ പല രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ അതിനെല്ലാം തീരെ വിരുദ്ധമായി ആദരവും ബഹുമാനവും കാണിക്കേണ്ടിടത്ത് കാണിക്കാതെ അവയെല്ലാം അവഗണിച്ചു പോകുമ്പോൾ, വേറെ ചില ആളുകളാകട്ടെ അതിൻ്റെ നേർ വിപരീതമായി ആദരവുകളിൽ അതിരുവിട്ട് പല ഗുരുതരമായ തിന്മകളിലേക്കും പോകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. പടപ്പുകളുമായി ബന്ധപ്പെട്ടും പടച്ചവനുമായി ബന്ധപ്പെട്ടും ഇസ്ലാം പലതരത്തിലുള്ള ആദരവുകൾ, ബഹുമാനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ കൂട്ടത്തിൽ പ്രായമുള്ള ആളുകളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ഇക്റാമു ദിശ്ശൈബത്തിൽ മുസ്ലിം, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പ്രായം ചെന്ന ആളുകളെ ആദരിക്കുക എന്നത്. വഹാമിലിൽ ഖുർആൻ, ഖുർആൻ പഠിച്ച ആളുകളെ ആദരിക്കുക എന്നത്.
വ ഇക്റാമി ദിസ് സുൽത്താനിൽ മുഖ്സിത്ത്, നീതിമാനായ ഭരണാധികാരികളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത്. ഇതെല്ലാം അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവയെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു ആദരിക്കാൻ പറഞ്ഞവരെ ആദരിക്കൽ അള്ളാഹുവിനുള്ള ആദരവിന്റെ ഭാഗമാണ് എന്നാണ് ഹദീസ് നമുക്ക് മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ, ഇടപെടുമ്പോഴൊക്കെ വളരെ മാന്യമായി പെരുമാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് അൽ ബറക്കത്തു മഅ അകാബിരിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ പ്രായം ചെന്നവരുടെ കൂടെയാണ് ബറക്കത്തുള്ളത്, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ വിതരണം ചെയ്യുമ്പോൾ, കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂട്ടത്തിൽ ആ സദസ്സിൽ പ്രായം ചെന്ന ആളുകളെ ആദ്യമായി പരിഗണിക്കുമായിരുന്നു എന്നാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബസ്സിൽ, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പോലും നമ്മളെക്കാൾ പ്രായം ചെന്ന അവശതയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ തൂങ്ങിപ്പിടിച്ച് നിന്നാലും എഴുന്നേറ്റ് കൊടുക്കാൻ, ഒരു സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാൻ പോലും മനസ്സില്ലാത്ത, കാരുണ്യം വറ്റിയ മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറാനി ഫിൽ മനാമി അത്തസവ്വഖ്, ഞാൻ ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടു. നബിമാരുടെ സ്വപ്നത്തെ സംബന്ധിച്ച് നമുക്കറിയാം, അത് കേവലം നമ്മളൊക്കെ കാണുന്നത് പോലെയുള്ളൊരു സ്വപ്നം, ഒരു കിനാവ് എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുകയില്ല. മറിച്ച് അത് യാഥാർത്ഥ്യമുള്ള ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അടങ്ങിയ വഹിയടക്കമുള്ള സംഗതിയാണ് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദന്തശുദ്ധീകരണം നടത്തുകയാണ്, അഥവാ അറാഖ് ഉപയോഗിച്ചുകൊണ്ട്. ബിസിവാകിൻ ഫജാഅനി റജുലാൻ. അപ്പോ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പല്ല് വൃത്തിയാക്കിയ ആ അറാഖ് കൊള്ളി അത് വാങ്ങുവാൻ വേണ്ടി ഫജാഅനി റജുലാനി അഹദുഹുമാ അക്ബറു മിനൽ ആഖർ, രണ്ടാളുകൾ വന്നു. ആ കൂട്ടത്തിൽ ഒരാൾ പ്രായം ചെന്നയാളും അയാളേക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് മറ്റേതും. ഫനാവൽതു സിവാക്കൽ അസ്ഗർ, അപ്പോൾ പ്രായം കുറഞ്ഞ ആൾക്ക് ഞാൻ അത് കൊടുത്തു. ആ സന്ദർഭത്തിൽ ഫഖീല ലി, എന്നോട് ഇങ്ങനെ പറയപ്പെടുകയുണ്ടായി, കബ്ബിർ, പ്രായം കൂടിയ ആളെ നീ പരിഗണിക്കണം, മുതിർന്ന ആൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. ഫദഫഅതുഹു ഇലൽ അക്ബരി മിൻഹുമ, അപ്പോൾ ഞാനത് പ്രായം ചെന്ന ആൾക്ക് കൊടുത്തു എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരി തഅലീഖായ രൂപത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിൽ അങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രായം ചെന്ന ആളുകളെ നമ്മൾ പ്രത്യേകം ആദരിക്കണം, അംഗീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, ലൈസ മിന്നാ മല്ലം യർഹം സഗീറന വലം യുവഖിർ കബീറന, ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ റെസ്പെക്ട് ചെയ്യാത്തവരും നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല. ഇസ്ലാമികമായൊരു കൾച്ചറായി, സംസ്കാരമായി പഠിപ്പിക്കുകയാണ് പ്രായം ചെന്ന ആളുകളെ അംഗീകരിക്കണം, ആദരിക്കണം എന്നത്. അത് നമ്മുടെ മാതാപിതാക്കളോ നമുക്ക് അറിവ് പകർന്നു തന്ന അധ്യാപകരോ ഗുരുനാഥന്മാരോ ഒക്കെ ആണെങ്കിലോ കൂടുതൽ കടപ്പാടുകൾ ഉണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, റഗിമ അൻഫു റജുൽ, ഒരാൾ തുലഞ്ഞു, അയാൾ നാശമടഞ്ഞു. റഗിമ അൻഫ്, 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ സഹാബത്ത് വളരെ ഗൗരവത്തോടുകൂടി ചോദിച്ചു അല്ലെങ്കിൽ ശ്രദ്ധിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വിശദീകരണം, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബർ, മാതാപിതാക്കൾ വാർദ്ധക്യ സഹജമായ അവശതകളും പ്രയാസങ്ങളോടും കൂടി തന്റെ കൂടെ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ ആരെങ്കിലും ഒരാളെ കിട്ടിയിട്ടും അത് നിമിത്തമായി സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കാത്ത ആൾ ഭാഗ്യം കെട്ടവനാണ്, അയാൾക്ക് അബദ്ധം അല്ലെങ്കിൽ നാശം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അതേപോലെ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അന്നപാനീയങ്ങളോട് അത് വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനൊരു ഹുർമത്ത് ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൂടിയത് കൊണ്ടാണോ എന്ന് നമ്മൾ സംശയിക്കണം. വലിച്ചെറിയുന്ന ഒരു സംസ്കാരം ആവശ്യത്തിലേറെ നമുക്കുണ്ട്. അത് നമ്മൾ കുറച്ച് തിന്ന് ബാക്കിയെല്ലാം വലിച്ചെറിയുന്ന, അത് ഏതെങ്കിലും ഫംഗ്ഷനുകൾ നടക്കുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ മുസ്ലിം വീടുകളിൽ നിന്ന് ഫുഡ് വേസ്റ്റ് എടുക്കുന്ന ആളുകളോട് ചോദിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഒന്നിലധികം ആളുകൾക്ക് ആ കുടുംബത്തിൽ കഴിയുന്നതിനേക്കാൾ ഉപരി അവരെ ഒഴിവാക്കുന്ന വേസ്റ്റുകൾ കൊണ്ട് കഴിയാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നറിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടെയുമുള്ള സുന്നത്തുകൾ നമുക്ക് കാണാൻ കഴിയും. കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരുള്ള ഭക്ഷണം പദാർത്ഥങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലത്ത് വീണാൽ
അത് എടുക്കും, കൈകൊണ്ടെടുക്കും. എന്നിട്ട് അതിൽ നിന്ന് വല്ല അഴുക്കുകളും പൊടിയും മണ്ണുമൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കിയതിന് ശേഷം ബാക്കി തിന്നുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, ഇദാ വഖഅത് ലുഖ്മതു അഹദിക്കും, നിങ്ങളുടെ ആരുടെയെങ്കിലും ഭക്ഷണ ഉരുളകൾ നിലത്ത് വീണാൽ ഫൽയഖുദ്ഹാ, നിങ്ങൾ അത് എടുക്കണം. ഫൽയുമിത് മാ കാന ബിഹാ മിൻ അദാ, അതിലെ അഴുക്ക് നിങ്ങൾ നീക്കിക്കളയണം. എന്നിട്ട് വൽയഅകുൽഹാ, ബാക്കിയുള്ളത് നിങ്ങൾ തിന്നണം. വലാ യദഅഹാ ലിശൈത്താൻ, പിശാചിന് വേണ്ടി നിങ്ങൾ അത് എറിഞ്ഞു കളയരുത്, വിട്ടുകൊടുക്കരുത് എന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില സംസ്കാരങ്ങൾ നമ്മൾ പഠിച്ചാൽ ഇസ്ലാം നൽകിയ ഈ ആദരവുകൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഭക്ഷണത്തിന് ഇസ്ലാം ഒരു ഹുർമത്ത് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ന് ചില വീടുകളിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഭക്ഷണ പദാർത്ഥങ്ങൾ, ആ ഫുഡ് വേസ്റ്റ് അവർ കഴിച്ചതിന്റെ ആ കൈ കഴുകുമ്പോൾ ചിലപ്പോൾ അത് ക്ലോസറ്റിലേക്ക് കൊണ്ടുപോയി തട്ടി ഫ്ലഷ് അടിക്കുന്നൊരവസ്ഥ. ഒരിക്കലും അത് ശരിയായ ഒരു സംസ്കാരമല്ല. മറിച്ച് ഇസ്ലാം അതിനൊരു ഹുർമത്ത് കൽപ്പിച്ചിട്ടുണ്ട്, പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് തിന്നണം, ബാക്കിയുള്ളത് എടുത്തു വെക്കണം. ഇനി നമുക്ക് തിന്നാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾക്ക് കൊടുക്കണം എന്നല്ലാതെ അതിന് യാതൊരു പവിത്രതയും അതിനൊരു ആദരവും കൽപ്പിക്കാതെ വലിച്ചെറിയുകയോ ഇതേപോലെയുള്ള മാലിന്യങ്ങളിലേക്ക് തള്ളുകയോ ചെയ്യുന്ന ഒരു രീതി നമ്മളിൽ നിന്നുണ്ടാകുവാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും സ്ഥിരമായി ബന്ധപ്പെടുന്ന ഒരു മേഖലയാണ് പള്ളി എന്നത്. അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. അതിനോട് നമുക്കൊരു റെസ്പെക്ട് വേണം, ആദരവ് വേണം. അത് ഭംഗിയായി കൊണ്ടു നടക്കൽ, അതിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യൽ ഒക്കെ അതിനോടുള്ള ആദരവിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണല്ലോ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കാതെ നിങ്ങൾ ഇരിക്കരുത് എന്ന് പറയാൻ കാരണം, വീട്ടിൽ ചെന്നാലില്ലാത്ത അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ചെന്നാലില്ലാത്ത ഒരു പ്രത്യേകതയും പ്രാധാന്യവും ആദരവും ഒക്കെ നൽകിയത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പള്ളിയിലേക്ക് കയറി വരുന്ന ആളുകൾ പ്രത്യേകിച്ചൊരു നിസ്കാരം ഇല്ലാത്ത സമയത്താണെങ്കിൽ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ചിട്ടേ പള്ളിയിൽ ഇരിക്കാൻ പാടുള്ളൂ. ആ ഒരു സുന്നത്ത് കൂടിയുണ്ട്. എന്നാൽ പള്ളിയുടെ വിഷയത്തിൽ അമിതമായി അല്ലെങ്കിൽ ഈ ആദരവ് വഴിവിട്ടു പോകുന്ന രീതി നമുക്ക് കാണുവാൻ സാധിക്കും. ചില ആളുകൾ ചില പ്രത്യേക സീസണുകളിൽ ആ പള്ളിയെ ദീപാലങ്കാരങ്ങൾ കൊണ്ട് ക്ഷേത്രങ്ങളോടും ചർച്ചകളോടും സമാനമായ രീതിയിൽ അലങ്കരിക്കാറുണ്ട്. ഇതൊരു നല്ല കാര്യമായിരുന്നുവെങ്കിൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അതേപോലെ സച്ചരിതരായ മുൻഗാമികളും ഒക്കെ അത് ചെയ്യുമായിരുന്നു. അവരൊന്നും ചെയ്യാത്ത സംഗതി മറ്റു പല മതങ്ങളുടെയും ആചാരമായി അവർ കൊണ്ടു നടക്കുന്ന ഒരു രീതി, ഏത് നമ്മുടെ പള്ളിയും ഒന്ന് അലങ്കരിച്ചുകൂടെ, അതിനുവേണ്ടി മത്സരിക്കുകയാണ്. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ നമ്മൾ കാണും പല സ്ഥലങ്ങളിലും പള്ളിയാണോ അമ്പലമാണോ എന്ന് സൂക്ഷിച്ചു നോക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ പോകുമ്പോൾ അത് പള്ളിയോടുള്ള ആദരവായി ആരും കാണേണ്ടതില്ല. കാരണം ആദരവുകളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടത് മതത്തിൽ നിന്നാണ്, സച്ചരിതരായ സലഫുസ് സാലിഹീങ്ങളുടെ മാതൃകയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ പള്ളിയോട് നമ്മൾ ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ അതിന്റെ ഭാഗമായി പള്ളിയിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത യാതൊരു സംസാരങ്ങളും പ്രവൃത്തികളും നടക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിടത്തും പാടില്ല. പള്ളിയിൽ പ്രത്യേകിച്ചും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ശബ്ദ കോലാഹലങ്ങൾ, സംഗീതത്തിന്റെ, അത് നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിലും അല്ലാത്ത സംസാരങ്ങളാണെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത അത്തരം വർത്തമാനങ്ങൾ, ശബ്ദ കോലാഹലങ്ങൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്നിരുന്ന് ചെയ്യുമ്പോൾ അതിന് ഗുരുതരമായ അപകടമുണ്ട് അല്ലെങ്കിൽ ഗൗരവമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ പടച്ചറബിനെ ഇബാദത്ത് ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകൾ അവരുടെ റുകൂഉം സുജൂദും ഖുർആൻ പാരായണവും ദിക്ർ ദുആകളും പടച്ചറബിനോട് അവർ മുനാജാത്തായി അഥവാ രഹസ്യ സംഭാഷണത്തിലൂടെ അവന്റെ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ റബ്ബിനോട് പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ഇങ്ങനെ റിംഗ് ടോണിൽ ആഭാസകരമായ ഒച്ചയിട്ട് ചലിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് പടച്ചറബിനോടുള്ള അനാദരവാണ്, അള്ളാഹുവിന്റെ ഭവനത്തിലോടുള്ള അനാദരവാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ ദീനിലില്ലാത്ത അനാചാരങ്ങൾ സ്വാഭാവികമായും അള്ളാഹുവിന്റെ ഭവനത്തിൽ വകവെച്ചു കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയെല്ലാം പള്ളിയോടുള്ള റെസ്പെക്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. അതേപോലെ നമ്മൾ എപ്പോഴും ബന്ധപ്പെടുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനോട് നമുക്ക് ആദരവുണ്ടാകണം, ബഹുമാനമുണ്ടാകണം. അത് ഈമാനിന്റെ ഭാഗമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹ് ആദരിച്ച പടച്ച റബ്ബിന്റെ ഷിആറുകളെ, അത് പള്ളിയാകട്ടെ, അള്ളാഹുവിന്റെ കലാം എഴുതിയ മുസ്ഹഫുകളാകട്ടെ,
അതേപോലെ പടച്ചറബിന്റെ ദിക്റുകളുള്ള ഏതെങ്കിലും കടലാസുകൾ, പേപ്പറുകളാകട്ടെ, അതിനോടൊക്കെ ഒരു ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അത് മനസ്സിൽ തഖ്വയുള്ള ആളുകളുടെ ലക്ഷണമാണ് എന്ന് ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പക്ഷെ ആ ഖുർആനിനോടുള്ള റെസ്പെക്ട്, അതിനോടുള്ള ആദരവ് എങ്ങനെയായിരിക്കണം? അത് പ്രധാനമായും ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സമയം കണ്ടെത്തിക്കൊണ്ട് തന്നെയായിരിക്കണം. ഓരോ ദിവസവും കുറച്ച് സമയം ഖുർആനിന് വേണ്ടി നീക്കിവെക്കാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ പഠിക്കാൻ, ഖുർആനിന്റെ വിധിവിലക്കുകൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞ് അത് പ്രയോഗവൽക്കരിക്കാൻ ഒക്കെ നമുക്ക് സാധിക്കണം. അതേപോലെ ഖുർആനിന്റെ കോപ്പിയായ മുസ്ഹഫിനോട് അത് കീറിപ്പറഞ്ഞ രീതിയിൽ അലക്ഷ്യമായി കിടക്കുന്ന ഒരവസ്ഥ പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും എവിടെയും ഉണ്ടാകരുത്. അനാദരവ് അതിലേക്ക് വന്നു ചേരും എന്ന് ഭയപ്പെടുന്നുവെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തിലൊക്കെ അവർ ചെയ്തതുപോലെ അത് കത്തിച്ചു കളയണം. അത് വേറെ എവിടെയെങ്കിലും പാറിപ്പറന്ന് അഴുക്കുകളിലേക്കും അതേപോലെ തന്നെ അശ്രദ്ധമായ അതിനോടൊരു അനാദരവ് വരുന്ന അവസ്ഥയിലേക്ക് പോലും പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ആ വിഷയത്തിലൊന്നും ഒരു സൂക്ഷ്മതയില്ലാത്തത് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, ചിലയിടങ്ങളിൽ പള്ളികളിൽ പോലും ശ്രദ്ധയില്ലാത്തത് കൊണ്ട് ഖുർആനിന്റെ മുസഹഫിന്റെ മീതെ ചിലപ്പോൾ ന്യൂസ് പേപ്പറുകൾ അത് കൊണ്ടുപോയി അലക്ഷ്യമായി തള്ളുന്ന, അല്ലെങ്കിൽ മറ്റു പല പുസ്തകങ്ങളും അതിന്റെ മേലെ കയറ്റി വെക്കുന്ന രീതി. ഖുർആനിനോട് റെസ്പെക്ട് ഉള്ള, ആദരവുള്ള, ബഹുമാനമുള്ള ആളുകൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഖുർആൻ പരിഭാഷയും ഖുർആനിന്റെ മുസഹഫും ഒരു തട്ടിലുണ്ടെങ്കിൽ ഖുർആൻ മുസഹഫിന്റെ മീതെ പരിഭാഷ കയറ്റി വെക്കുന്നത് അനാദരവാണ് എന്നാണ്. കാരണം ഖുർആനിന്റെ രണ്ട് ചട്ടകൾക്കുള്ളിലുള്ളത്, മുസഹഫിലുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള അള്ളാഹു ഇറക്കിത്തന്ന ആയത്തുകളും സൂറത്തുകളുമാണ്. അതിൽ മനുഷ്യന്മാരായ ആളുകൾ എഴുതിയ പരിഭാഷയും അതേപോലെ തന്നെ പല ഫുട് നോട്ടുകളും അടങ്ങിയതാണ് ഖുർആൻ പരിഭാഷകൾ. അതുകൊണ്ട് ഖുർആനിനുള്ള പവിത്രതയും പ്രത്യേകതയും ഖുർആന്റെ പരിഭാഷകൾക്കില്ല. അപ്പൊ ഖുർആനിന്റെ കോപ്പികൾക്ക് അഥവാ മുസഹഫിന്റെ മീതെ ഖുർആൻ പരിഭാഷ പോലും വെക്കുന്നത് അനാദരവാണ് എന്ന് പറയുമ്പോൾ, പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ മാഗസിനുകൾ അതേപോലെയുള്ള മറ്റേതെങ്കിലും സാധനങ്ങളൊക്കെ അത് ലഘുലേഖയാണെങ്കിലും മറ്റുമൊക്കെ നമ്മൾ ഖുർആൻ കോപ്പികളുടെ മുസഹഫിന്റെ മീതെ വെക്കുന്നത് പോലും ഒരു സൂക്ഷ്മത കുറവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ അവിടെയും ചില അതിരുകവിച്ചിലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഖുർആനിനെ വല്ലാതെ എടുത്ത് മുത്തി, ചിലപ്പോൾ മുഖത്ത് വിയർപ്പും അതേപോലെ തന്നെ പലതരത്തിലുള്ള നമ്മൾ ഇഷ്ടപ്പെടാത്ത സംഗതികൾ ഉണ്ടെങ്കിലും ഓതുമ്പോൾ തുപ്പലം നിറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അത് ആ ഓതി മുസഹഫ് അങ്ങനെ തന്നെ മുഖത്ത് വെച്ച് ഉരുമുന്ന അല്ലെങ്കിൽ ചുംബിക്കുന്ന, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അത് ഒന്ന് തട്ടിച്ച് അതിൽ നിന്ന് എന്തോ ബറക്കത്തെടുക്കുന്ന രീതി, അങ്ങനെ ഒരു രീതി മതപരമായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒക്കെ കാണിച്ചു തരുമായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയം വിശദമായി ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ മജ്മൂഉ ഫത്താവയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവസാനം അദ്ദേഹം ഇങ്ങനെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ഒന്നും മാതൃക കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം അതിലൊരു കൺക്ലൂഷൻ പറഞ്ഞത്, വൽ അഫ്ളലു ലിന്നാസി അൻ യത്തബിഉ ത്വരീഖസ് സലഫ്, സച്ചരിതരായ മുൻഗാമികളുടെ മാർഗം പിൻപറ്റലാണ് മനുഷ്യന്മാർക്ക് എപ്പോഴും ഏത് വിഷയത്തിലും ഏറ്റവും കരണീയമായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് ഖുർആനിനോടുള്ള റെസ്പെക്റ്റിന്റെ ഭാഗമായി ഖുർആൻ എടുത്ത് ഓതുക, അതിന്റെ ആശയങ്ങൾ പഠിക്കുക, അതിലുള്ള വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക എന്നതൊക്കെ വിട്ട് ആ കോപ്പിയോട് വല്ലാതെ ഭക്തി കാണിച്ച് അത് ശരീരത്തിൽ ചേർത്ത് വെച്ച് അതേപോലെ തന്നെ അതിനോടുള്ള വലിയ ചുംബനം, അതൊക്കെ ഈ വിഷയത്തിലുള്ള അതിരുകവിച്ചിലായിട്ടാണ് സൂക്ഷ്മതാബോധമുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒന്നും അങ്ങനെ നമുക്ക് മാതൃക കാണിച്ചിട്ടില്ല. ആദരവിന്റെ എല്ലാ അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ആദരവ് കാണിക്കണം. അത് ആ അതിർവരമ്പുകൾ വിട്ടുകൊണ്ടു പോകുമ്പോൾ അത് പല അപകടങ്ങളിലേക്കും കൊണ്ടുപോയി എത്തിക്കും. ഇതിലെന്താ അപകടം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് നിർത്തിയെടുത്ത് നിൽക്കുവാനുള്ള പരിശീലനമാണ് ഒരു വിശ്വാസി ആദ്യമായി ശീലിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ തന്നെ അവിടുത്തെ സ്വഹാബത്തുമൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് അതൊരു നല്ല കാര്യമായി സ്വീകരിക്കുവാനും ചെയ്യുവാനും ഒക്കെ സാധിക്കുമായിരുന്നു. അതേപോലെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ആദരവുകൾ പ്രകടിപ്പിക്കുമ്പോൾ അതിര് കവിയുന്നത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ മുൻ സമുദായങ്ങളിൽ സംഭവിച്ച പല അബദ്ധങ്ങളും അപകടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അവരതിലൂടെ പിഴച്ചു പോകുവാനുള്ള പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്വാലിഹീങ്ങളായ ആളുകളെ
പ്രായം ചെന്ന ആളുകളെ ആദരിക്കണമെന്ന് പറഞ്ഞതുപോലെ സമൂഹത്തിൽ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ സജ്ജനങ്ങളായ ആളുകളെ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ അവരുടെ കൈമുത്തലും കാല് തൊട്ടുമുത്തലും തുടങ്ങി ആദരവ് ആരാധനകളിലേക്ക് വരെ എത്തുന്ന സ്ഥിതിവിശേഷം ഇന്ന് എമ്പാടും കാണാം. ചില പ്രത്യേക ആളുകൾക്ക്, സൂഫികൾക്ക്, തരീക്കത്തുകാർക്ക് അതൊക്കെ വലിയ സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് റസൂലുള്ളാഹിയുടെ സ്ഥാനത്തേക്ക് സൂഫി ഷെയ്ഖുമാരെ, തരീക്കത്തിന്റെ ഇമാമുമാര്, ഷെയ്ഖുമാരെയൊക്കെ അവരോധിക്കാറുണ്ട്. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് സ്വഹാബികൾ, സലഫുസ്സാലിഹ്യങ്ങൾ, അതേപോലെ തന്നെ താബിഈങ്ങൾ മുതിർന്നവരെ അംഗീകരിക്കുകയും സജ്ജനങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവരുടെ സ്ഥാനമാനങ്ങൾ അംഗീകരിച്ചിരുന്നു. എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹുസൈൻ ബിൻ സബുറ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സയ്യിദ് ബിൻ അർഖം എന്ന് പറയുന്ന സഹാബിയെ കാണുമ്പോൾ ആ വികാരം പ്രകടിപ്പിക്കുന്നത് സ്വഹീഹ് മുസ്ലിമിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലഖദ് ലഖീത യാ സയ്യിദ് ഖൈറൻ കസീറ. അല്ലയോ സയ്യിദ്, താങ്കൾക്ക് ധാരാളം ഖൈർ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും കിട്ടാത്ത പല അനുഗ്രഹങ്ങളും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ് ആ അനുഗ്രഹങ്ങൾ? ദുനിയാവിലെ ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളും അതല്ല അദ്ദേഹം എണ്ണി പറഞ്ഞത്, മറിച്ച് റഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ കാണാനുള്ള ഭാഗ്യം താങ്കൾക്ക് ഉണ്ടായിട്ടില്ലേ? വസമിഅത ഹദീസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊഴിഞ്ഞ ആ മൊഴിമുത്തുകൾ കേൾക്കാൻ താങ്കളുടെ കാതുകൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. വഗസൗത മഅഹു, ആ പ്രവാചകന്റെ കൂടെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ അള്ളാഹു അനുഗ്രഹിച്ച ആളാണ് താങ്കൾ. വസല്ലൈത ഖൽഫഹു, ആ പ്രവാചകന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ താങ്കൾക്ക് ഭാഗ്യമുണ്ടായില്ലേ? ലഖദ് ലഖീത യാ സയ്യിദ് ഖൈറൻ കസീറ, അതുകൊണ്ട് സയ്യിദേ, താങ്കൾക്ക് ധാരാളം ഖൈറുകൾ കിട്ടിയിട്ടുണ്ട്. അസൂയ തോന്നുകയാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഹദ്ദിസ്നാ മാ സമിഅത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടുപഠിച്ച ഹദീസുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബത്തിനെ ആദരിച്ച് ബഹുമാനിച്ച് അവർ കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുകയാണ്. പക്ഷെ അവരാരും സഹാബിമാരിൽ ആരുടെയെങ്കിലും ഖബർ കെട്ടി ഉയർത്തിയ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുമോ? ഇല്ല. അവരാരെങ്കിലും ആ ഖബറുകൾ കൊണ്ടുപോയി വിളക്ക് കത്തിച്ച, അതല്ലെങ്കിൽ ചന്ദനത്തിരി കുത്തിയ അങ്ങനെയുള്ള ആചാരങ്ങൾ ഭക്തിയുടെയും ബഹുമാനത്തിന്റെയും പേരിൽ ഇന്ന് ചെയ്തു കൂട്ടുന്ന സംഗതികൾ അവരാരും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അബൂബക്കറിന്റെ ഫളൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും മറ്റു ഉമ്മത്തിലെ എല്ലാവരുടെയും, മുസ്ലിം ഉമ്മത്തിലെ ബാക്കി എല്ലാവരുടെയും ഈമാൻ മറുതട്ടിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാനുള്ള തട്ട് മുൻതൂക്കം ഉണ്ടാകും, ഖനം തൂങ്ങുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒന്നാമത്തെ ഖലീഫയായും റസൂലുള്ളാഹിയുടെ തൊട്ടടുത്ത അനുയായിയായും ഇസ്ലാമിക ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ, സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ അവർ അംഗീകരിച്ചതാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് എന്ന് അറിയുമ്പോൾ തന്നെ അവരാരും അബൂബക്കറിന്റെ കൈമുത്താൻ പോയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകമായ ആദരവും ബഹുമാനവും ഒക്കെ നൽകിയിരുന്ന അവർ ഒരിക്കലും അബൂബക്കറിന്റെ ഖബറിനെ കെട്ടി ഉയർത്തുവാനോ അവിടേക്ക് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി യാത്ര പോകുവാനോ ഒന്നും അവർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരു മാതൃക അവർ കാണിച്ചില്ല. കാരണം ആ അതിര് കവിച്ചിലാണ് ഏറ്റവും വലിയ ഉൽമായ ഷിർക്കിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു. പിശാച് അങ്ങനെയാണ് ഷിർക്ക്, ഖുറാഫാത്തുകളിലേക്ക്, ഇസ്ലാമിക വിരുദ്ധമായ വിശ്വാസ ആശയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഷിയാക്കൾ ആ രീതിയിലുള്ള ആശയങ്ങൾ കടമെടുക്കുമ്പോൾ ഇങ്ങനെ ക്ലിയറായി ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി ഇസ്ലാമികമായ ആശയങ്ങളെ, ആദർശങ്ങളെ മനസ്സിലാക്കുകയാണെങ്കിൽ അതിലെല്ലാമുള്ള അബദ്ധങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഇസ്ലാമും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്ത് നൂഹ് വിശദീകരിക്കുമ്പോൾ പ്രത്യേകം ഉണർത്തുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا. 71-ാം അധ്യായത്തിലെ 23 മുതലുള്ള ആയത്തുകൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഒന്നാമത്തെ റസൂലായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ ആ ജനത ആരാധിച്ചിരുന്ന, അഥവാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇടയിൽ ഒരു 10 തലമുറയുടെ ഗ്യാപ്പേ ഉണ്ടായിട്ടുള്ളൂ.
അപ്പോഴേക്ക് അവരിൽ വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും നസറിനെയും ഒക്കെ വിഗ്രഹങ്ങളാക്കി പ്രതിഷ്ഠിച്ച് അവിടെ പൂജയും ആരാധനകളും ഒക്കെ സമർപ്പിച്ചു. അവ്വലു മാ വഖഅ അശ്ശിർകു ഫീ ഖൗമി നൂഹ്, ആദ്യമായി ശിർക്ക് മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകുന്നത്, മുളപൊട്ടുന്നത് ഈ ആരാധനയിലൂടെയാണ്. അവർ എങ്ങനെയാണിത് ചെയ്തത്? അവരോടുള്ള വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അവരെ ഈ ലോകം സൃഷ്ടിച്ച ഏതെങ്കിലും ദേവന്മാരോ ദേവികളാണോ എന്നുള്ള വിശ്വാസത്താലല്ല, മറിച്ച് ഇവരൊക്കെ നല്ല മനുഷ്യന്മാരായിരുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാൻ സ്വഹാബത്തിന്റെ സലഫുകളുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിലുള്ള സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യന്മാരുടെ പേരുകളാണ് വദ്, സുവാ, യഗൂസ്, യഊഖ്, നസർ എന്നൊക്കെ പറഞ്ഞാൽ അവരാരും മോശക്കാരല്ല. പക്ഷെ അവരെ ആരാധിക്കുന്നതിടത്തേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ ഈ ആദരവും ബഹുമാനവും ഒക്കെ വഴിവിട്ട് അതിര് വിട്ടു പോയപ്പോൾ, അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള എല്ലാ വഴികളും ഇസ്ലാം ശക്തമായി കൊട്ടിയടച്ചിട്ടുണ്ട്. സദ്ദുദ്ദരീഅ എന്ന ഇസ്ലാം അംഗീകരിച്ച ഒരു അടിസ്ഥാന ആശയം പോലെ തിന്മയിലേക്കുള്ള എല്ലാ വഴികളെയും അതിന്റെ ഗൗരവം അനുസരിച്ച് വിലക്കുക, തടയുക എന്നത് ഇസ്ലാം പൊതുവെ ശ്രദ്ധിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നസാറാക്കൾ, ക്രിസ്ത്യാനികൾ അമിതമായി പാടി പുകഴ്ത്തി പടച്ചറബിന്റെ പദവിയിലേക്ക് ഉയർത്തിയതുപോലെ, എന്നിട്ട് അദ്ദേഹത്തോട് സങ്കടങ്ങൾ പറഞ്ഞ് വിലപിച്ച് പ്രാർത്ഥിച്ച് ആരാധനകൾ അർപ്പിക്കുന്നത് പോലെ ഒരിക്കലും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ അമിതമായി പുകഴ്ത്തരുത് എന്ന് പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ആളുകളെ കാണുന്നു, അവർ പ്രവാചകനെ പുകഴ്ത്തി പ്രശംസിച്ച് പറയുകയാണ്, യാ റസൂലല്ലാഹ് യാ ഖൈറനാ വബ്ന ഖൈരിനാ വസയ്യിദനാ വബ്ന സയ്യിദിനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അർഹപ്പെട്ട വാക്കുകൾ തന്നെ അതിലുള്ളൂ. ഞങ്ങളിൽ ഉത്തമരായവനെ, ഉത്തമന്റെ മകനെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ വരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടും ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിയുടെ മകനാണ് എന്ന് പറഞ്ഞാൽ അബദ്ധമല്ല. വസയ്യിദനാ വബ്ന സയ്യിദിന, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് അല്ലെങ്കിൽ പ്രവാചക, വബ്ന സയ്യിദിന, ഞങ്ങളുടെ നേതാവിന്റെ മകനായ നബിയെ എന്ന് വിളിച്ചുകൊണ്ടൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വലാ യസ്തഖ്വിയന്നകുമുശ് ശൈത്വാൻ, പിശാച് നിങ്ങളെ അപകടങ്ങളിൽ അബദ്ധങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കാതിരിക്കട്ടെ. അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്, അബ്ദുല്ലാ, അള്ളാഹുവിന്റെ ദാസൻ, വറസൂലുഹു, അള്ളാഹുവിന്റെ ദൂതൻ. മാ ഉഹിബ്ബു അൻ തർഫഊനി ഫൗഖ മൻസിലതി അല്ലതി അൻസലനി അല്ലാഹു അസ്സ വജൽ. അല്ലാഹ് എന്നെ നിർത്തിയ ഒരു സ്ഥാനമുണ്ട്, അതിനേക്കാൾ മീതേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പ്രവാചകനോടുള്ള സ്നേഹം എന്ന പേരിൽ ആളുകൾ കാട്ടിക്കൂട്ടുന്ന ഏത് കോപ്രായങ്ങളും ഇസ്ലാമികമായി ന്യായീകരിക്കാനും അംഗീകരിക്കാനും പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ, സ്വഹാബത്ത് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ അതിശക്തമായി എതിർക്കുമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ബഹുമാനത്തിന്റെ പേരിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലും അവരാരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടിരുന്നില്ല. സ്വഹാബത്ത് ആരും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹദീസുകളിൽ, കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ലം യകുൻ ശഖ്സുൻ അഹബ്ബ ഇലൈഹിം മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ സ്വഹാബത്തിന് പ്രിയങ്കരരായ ഒരു വ്യക്തിയും, അത് സ്വന്തം വാപ്പയാണെങ്കിലും വെല്ലിപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അവർക്ക് പ്രിയങ്കരമായിരുന്നില്ല. പക്ഷേ വകാനു ഇദാ റഔഹു ലം യഖൂമു, ആ പ്രവാചകൻ കടന്നു വരുന്നത് അവർ കണ്ടാൽ അവർ എഴുന്നേറ്റ് ഭക്തിയോടുകൂടി തലകുനിച്ച് കൈമുത്തി ചുംബിക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നില്ല. ലിമാ യഅലമൂന മിൻ കറാഹിയതിഹി, തന്നെ ആദരിച്ച് തന്റെ അനുചരന്മാർ എഴുന്നേറ്റ് നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നവർക്ക് മനസ്സിലായതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ആദരിച്ച് എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റു പല മഹത്വങ്ങളും പ്രത്യേകതകളുമുണ്ട്. പ്രവാചകനെ അവർ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ആ ആദരവും ബഹുമാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രം പരിമിതപ്പെടുത്തി എന്നല്ലാതെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കുക എന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നബിയുടെ മുടി അവർക്ക് കിട്ടിയാൽ അവരെടുത്തു വെച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമനീർ അവർ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. പക്ഷെ അത് അബൂബക്കറിന്റെ വിഷയത്തിൽ അത് അവർ കാണിച്ചിട്ടില്ല. കാരണം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള തഅദീമും ഇക്റാമും ആദരവും ബഹുമാനവും ഒക്കെ അത് പ്രത്യേകമായി ഒരു സ്ഥാനത്തുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കൊടുത്ത റെസ്പെക്റ്റും ആദരവും ഒരിക്കലും അബൂബക്കറിന് കൊടുത്തിട്ടില്ല എന്നറിയുമ്പോൾ, സ്വഹാബത്ത് ആരും അവർക്ക് പരസ്പരം ആ രീതിയിൽ അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ചിട്ടില്ല എന്നറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആദരവ് അങ്ങനെ തന്നെ നമ്മൾ കാണിക്കുകയും അതേപോലെ സച്ചരിതരായ മുൻഗാമികൾ എങ്ങനെയാണോ ഈ വിഷയത്തിലൊക്കെ നയനിലപാടുകൾ സ്വീകരിച്ചത് അതുപോലെ ആദരിക്കേണ്ടതിനെ ആദരിക്കുവാനും ആദരവ് കൂടി അത് ആരാധനയിലേക്ക് പോകുന്ന അനാദരവിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്താതിരിക്കാനും നമ്മൾ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആഖിറം, നമ്മുടെ ഈമാൻ നഷ്ടത്തിലാകുമെന്നുള്ള കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഹക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാം വളരെ അംഗീകരിക്കുകയും ആദരിക്കാൻ നമ്മളോട് നിർദ്ദേശിക്കുകയും ചെയ്ത ഒരു വിഭാഗമാണ് പണ്ഡിതന്മാർ. അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് പഠിക്കുകയും അത് നമുക്ക് കളങ്കമില്ലാതെ വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു തരികയും ചെയ്യുന്ന പ്രബോധകന്മാരും പണ്ഡിതന്മാരുമൊക്കെ ആദരവ് അർഹിക്കുന്ന ആളുകളാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് അവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെയും അതിരുവിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് അറ്റങ്ങളിൽ നമ്മൾ ആളുകളെ കാണാൻ കഴിയും. അറിവുള്ള പണ്ഡിതന്മാരെ ആദരിക്കാത്ത, ബഹുമാനിക്കാത്ത ഒരു വിഭാഗം ആളുകൾ ഒരു വശത്ത് കാണുമ്പോൾ പണ്ഡിതന്മാരെ അങ്ങ് തലയിലേറ്റി അവർക്ക് ആരാധനകൾ വരെയും വകവെച്ചു കൊടുക്കുന്ന പടച്ചറബിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന ഒരു അതിരുവിട്ട കാഴ്ചയും നമ്മൾ കാണുകയാണ്. ജൂത ക്രൈസ്തവർക്ക് പറ്റിയ അബദ്ധം അതാണ് എന്നുള്ള കാര്യം കൃത്യമായി ഖുർആനിലൂടെ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്ത് തൗബയിലെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു അതാണ് നമ്മളോട് പറഞ്ഞത്. ഇത്തഖദൂ അഹ്ബാറഹും വറഹുബാനഹും അർബാബം മിൻ ദൂനില്ലാ. അവർക്ക് പറ്റിയ അബദ്ധം എന്താണ് എന്ന് ചോദിച്ചാൽ അവരിലെ അഹ്ബാർ ഐ ഉലമാഉഹും, അവരിലെ ആലിമീങ്ങളെ പണ്ഡിതന്മാരെ, വറുഹുബാനഹും അവരിൽ ഇബാദത്തുകൾ ചെയ്യുന്ന കൂടുതൽ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്ത് ജീവിച്ച അൽ ഉബ്ബാദുൽ മുത്തജദ്ദിദീന ലിൽ ഇബാദ, ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരുന്ന ആളുകൾ, സന്യാസിമാർ എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ആളുകളെ അവർ അർബാബം മിൻ ദൂനില്ല, അള്ളാഹ്ക്ക് പുറമെയുള്ള റബ്ബുകളാക്കി മാറ്റി എന്നാണ്. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ വിശ്വാസ ആചാരങ്ങൾ, ആ മതങ്ങളൊക്കെ ഒഴിവാക്കി ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. ഈ ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സംശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പങ്കുവെക്കുകയും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രവാചകരെ, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ആ പണ്ഡിതന്മാരെ, പുരോഹിതന്മാരെ കാണുമ്പോൾ അവർക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുകയും അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു അവരെ അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കി എന്ന് ഇവരെ സംബന്ധിച്ച് പറഞ്ഞത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അവർക്ക് ആരാധനകൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ ആരാധന ചെയ്യുന്നില്ല എങ്കിലും അള്ളാഹു പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം, യുഹില്ലൂന ലഹും മാ ഹറമല്ലാഹു, അള്ളാഹു നിഷിദ്ധമാക്കിയ പാടില്ല എന്ന് പറഞ്ഞ കാര്യം പണ്ഡിതന്മാർ, പുരോഹിതന്മാർ അവർക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ അനുവദനീയമായി കാണാറില്ലായിരുന്നോ? വയുഹർരിമൂന ലഹും മാ അഹല്ലല്ലാഹു ഫയുഹർരിമൂനഹു, അതേപോലെ അള്ളാഹു അനുവദിച്ചത് ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞാൽ അള്ളാഹുവിന്റെ വാക്കാണോ പണ്ഡിതന്മാരുടെ വാക്കാണോ അവർ സ്വീകരിച്ചിരുന്നത്? അത് പണ്ഡിതന്മാർ പറഞ്ഞ വാക്കായിരിക്കും. പണ്ഡിതനൊരു വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ ഉള്ളതിന് വ്യത്യസ്തമായി പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുകയും അള്ളാഹുവിന്റെ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയും മാറ്റിവെക്കുന്നുവെങ്കിൽ ഫതിൽക ഇബാദത്തുഹും ഇയ്യാ,
അത് അവർക്കുള്ള ഇബാദത്താണ് എന്നാണ്. ഹലാല് ഹറാമ് നിശ്ചയിച്ച് മതവിധികൾ പറഞ്ഞു തരുവാനുള്ള അധികാരം അവകാശം റബ്ബിനെയുള്ളൂ. ആ സ്ഥാനത്തേക്ക് നിങ്ങൾ അവരെ ഉയർത്തി, അല്ലെങ്കിൽ ക്രൈസ്തവർ ജൂതന്മാർ അവരെ ഉയർത്തി. അതുകൊണ്ടാണ് അള്ളാഹു അവരെ പറഞ്ഞത് അവർ അള്ളാഹുവിന് പുറമെ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബുകളാക്കി എന്ന് പറഞ്ഞത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹം വാഹിദ, ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് അവരോടൊക്കെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നൊക്കെ എത്രയോ പരിശുദ്ധനാണ് അള്ളാഹു എന്ന് പറഞ്ഞ് ഖുർആൻ അവിടെ ആ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് സഅദി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വകാനു അയ്ളൻ യഗ്ലൂന ഫീ മശായിഖിഹിം വഉബ്ബാദിഹിം വയുഅല്ലിമൂനഹും വയത്തഖിദൂന ഖുബൂറഹും ഔസാന. ആ പണ്ഡിത പുരോഹിതന്മാരെ ആദരിച്ച് ബഹുമാനിച്ച് അവരുടെ ഖബറുകളെ ഒരു വിഗ്രഹം കണക്കെ വിഗ്രഹവൽക്കരിക്കുമായിരുന്നു. അത് വളരെ കൃത്യമായി ഖുർആനിൽ തന്നെ നമുക്ക് കാണാം. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ അവരെന്തുകൊണ്ടാണ് വിഗ്രഹങ്ങളെ ആരാധിച്ചത്? വിഗ്രഹങ്ങളാണ് ലോകം പടച്ചത് എന്ന വിശ്വാസം കൊണ്ടല്ല, മറിച്ച് ഇമാം റാസി തന്നെ വിശദീകരിക്കുന്നുണ്ട്. അന്നഹും വല്ലഉ ഹാദിഹിൽ അസ്നാമ വൽ ഔസാൻ അലാ സുവരി അംബിയാഇഹിം വ അകാബിരിഹിം. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നത് ഏതു കോലത്തിലാ? അവർക്ക് തോന്നിയ ഏതെങ്കിലും രൂപത്തിലല്ല, മറിച്ച് അവരിലെ പ്രവാചകന്മാരുടെ, നേതാക്കന്മാരുടെ, മഹാന്മാരായ ആളുകളുടെ രൂപത്തിലാണ് അവർ പ്രതിഷ്ഠകൾ വെക്കുന്നത്. എന്നിട്ട് അവർ വിചാരിക്കുന്നത് അന്നഹും മത്തശ്തഗലു ബിഇബാദത്തി ഹാദിഹി തമാസീൽ ഫഇന്ന ഉലൈകൽ അകാബിർ തകൂനു ശുഫആ ലഹും ഇൻദല്ലാഹ്. ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഭക്തിയോടുകൂടി നിന്ന് ആരാധനകൾ അർപ്പിച്ചാൽ ആ വിഗ്രഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആ പുണ്യപുരുഷൻ പരലോകത്ത് പടച്ചവന്റെ അടുക്കൽ ശഫാഅത്ത് പറയും എന്ന വിശ്വാസമാണ് മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നത്. ഇത് പറഞ്ഞു വച്ചതിന് ശേഷം വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം റാസി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വനളീറുഹു ഫി ഹാദ സമാൻ, ഇതിന് സമാനമാണ് ഇക്കാലഘട്ടത്തിൽ നടക്കുന്നത്. ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅളീമി ഖുബൂരിൽ അകാബിർ, മഹാന്മാരായ ശൈഖുമാരുടെ, പണ്ഡിതന്മാരുടെ ഖബറുകൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന പേരിൽ അവർ ചെയ്തു കൂട്ടുന്നത് അല ഇത്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫആ ലഹും ഇൻദല്ലാഹ്. ഈ മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിച്ചാൽ ആ മഹാന്മാർ നമുക്ക് ശഫാഅത്ത് പറയും, നമ്മുടെ കാര്യങ്ങൾ, ഉദ്ദിഷ്ട കാര്യങ്ങൾ അത് സഫലീകരിച്ചു കിട്ടാൻ പടച്ചറബിനോട് അവർ ശഫാഅത്ത് ചെയ്ത് നേടിത്തരും എന്ന വിശ്വാസത്തോടുകൂടി കാട്ടിക്കൂട്ടുന്ന എല്ലാ തോന്നിവാസങ്ങളും മക്കയിലെ മുശ്രിക്ക് ചെയ്ത ആ തെറ്റായ വിശ്വാസത്തിന് സമാനമാണ് എന്ന് പറഞ്ഞത് ഇമാം ഫഖ്റുദ്ദീൻ റാസി എന്നറിയപ്പെടുന്ന ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂറത്ത് യൂനുസിന്റെ 18-ാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസപരമായ കാര്യങ്ങളിൽ പുഴുക്കുത്തുകൾ വരാതെ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ മുൻ സമുദായങ്ങൾക്ക് സംഭവിച്ചതുപോലെ ശിർക്ക്, ബിദ്അത്തുകളിൽ, തിന്മകളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു പോകും. അത് സൂക്ഷിക്കേണ്ടതുണ്ട്. പടച്ചറബ് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും, തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ചറബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.